നിങ്ങൾ ആരെങ്കിലും ഇന്നലെ സ്വപ്നം കണ്ടോ? കണ്ടവർ പ്രവാചകനോട് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രവാചകനോട് ചോദിക്കും, അതിന്റെ വ്യാഖ്യാനം എന്താണ് നബിയെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചില ദിവസം സ്വപ്നങ്ങൾ കാണും. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്നലെ നരകം കണ്ടു, ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ സ്വഹാബത്തിനോട് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന് ഉപദേശമെല്ലാം കൊടുത്തു. അവിടെ നിന്ന് പ്രഭാഷണമെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖാമുഖം നോക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിൽ പ്രായമുള്ള ഒരുപാട് സ്വഹാബത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും എഴുന്നേൽക്കുന്നില്ല. എല്ലാവരും പ്രവാചകന്റെ മുഖത്തേക്ക് പരസ്പരം പ്രവാചകനെ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവനെ, ചെറുപ്പക്കാരനാട് പ്രായമുള്ള സ്വഹാബത്തൊക്കെ പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരാരും മിണ്ടാതെ ഇരിക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറയും, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനത് പറഞ്ഞു കൊടുക്കാൻ നബിയേ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് മറ്റുള്ളവർക്ക് ഞാൻ പ്രചരിപ്പിക്കുകയും ചെയ്യാമെന്ന് പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അബൂ ഹുറൈറ, ഈ പറയുന്ന കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞ ആ കാര്യങ്ങളാണ്, ആ രക്ഷയുടെ മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ? അറിയുന്നത്ര മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? എങ്കിലും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. നീയാണ് യഥാർത്ഥ വിജയം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. ആ രക്ഷയുടെ മാർഗമെന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നിങ്ങനെ എണ്ണി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് തന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് പറയുന്ന കാര്യങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ തലമുറകൾ കൈമാറി അല്ലാഹുവിന്റെ പ്രവാചകനതാ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ ബല്ലിഗ് അന്നീ വലൗ ആയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇവിടെ ഇല്ലാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ അവരുടെ കുതിര ഏതു ഭാഗത്തേക്കാണോ നിന്നത് ആ ഭാഗത്തേക്ക് പടച്ചവനെ സ്വഹാബാക്കൾ കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ കടന്ന് എന്നിലേക്ക് വന്ന ഇൽമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ഇതനുസരിക്കാനും പ്രചരിപ്പിക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് രക്ഷയുടെ മാർഗം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാം. നിങ്ങളും ഇത് എന്ത് ചെയ്യണം? ജീവിതത്തിൽ അനുസരിക്കണം, പ്രചരിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നേരെ
നേരെ ഇരിക്ക, കാലും കൈയൊക്കെ നീട്ടിയിരിക്കല്ലേപ്പാ, നേരെ ഇരിക്കപ്പാ. സ്വർഗമല്ലേ ഇവിടെ ഇരുന്ന് നീ മരിച്ചു പോയാലും നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഇരുന്ന് മരിച്ചാലും സ്വർഗവാ. മരിക്കണമെന്ന് വിചാരിച്ചാലും മരിക്കൂല, പേടിക്കണ്ട. ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് മരിക്കണമെന്ന് വിചാരിച്ചാലും മരിക്കൂല. കാരണം എന്താ? ഇവിടെ ഇരുന്ന് മരിച്ച സ്വർഗം കിട്ടും. ഇപ്പൊ തന്നെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനിയ ഉസ്താദ് ഷെഖൻ ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ കാന്തി അൽഹംദുലില്ലാഹ് വല്ലാത്ത സ്നേഹമായിരുന്നു, ഒരു മകനെ പോലെ. ഞാൻ ആദ്യകാലത്തൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ഇവിടെ അജ്മീറിലേക്കുള്ള യാത്രയിൽ ആരോ മരണപ്പെട്ടു പോയത്. അത്രയും സ്ഥലം അള്ളാഹുവെ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് അള്ളാഹു ഒടിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ നബിയേ? രക്ഷപ്പെടാനുള്ള മാർഗമൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയുന്നു, സാധാരണ വഅദ് പോലെ വലിയ കോമഡിയോ വലിയ ഒഴക്കോ ഒന്നും കാണൂല. ഇതൊരു ഉപദേശമാണ്. ഒരു ക്ലാസ് ആയിട്ട് മാത്രം നിങ്ങൾ കാണാം. വലിയ ആഘോഷവും വെളിയും കോരുന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ക്ലാസ് ആയിട്ട് വേണം കരുതാൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു ക്ലാസ് ആയി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിമ തകുൻ നഗ്ബദന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത്തഖിൽ മഹാരിമ, ഹറാമിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഹറാമിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഹറാമായ കാര്യങ്ങളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഹറാമിനെ സൂക്ഷിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, ഹറാം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നല്ലോ. ഹറാമുകൾ, കള്ളുകുടിയുണ്ടല്ലോ, പലിശ തിന്നുന്നതുണ്ടല്ലോ. അല്ലാഹുവേ, വൻപാപങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പടച്ചവനെ 7 8 വൻപാപങ്ങൾ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അബൂ ഹുറൈറ, ഹറാമിനെ സൂക്ഷിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മാത്രം പള്ളിയിൽ നിന്ന് പോകുന്നില്ല. ഒറ്റയ്ക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ. എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ 95ാമത്തെ വയസ്സാണ്. തനിക്ക് 95 വയസ്സായി. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് കൊണ്ട് ദുആ ചെയ്യുന്നു, റബ്ബേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ. വ്യഭിചാരത്തെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. 95 വയസ്സുള്ള പടുംകിളവനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരൻ കാണുകയാണ്. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കാണുകയാണ്. അടുത്ത് ചെന്നിട്ട്, അല്ലാഹുവേ, ദുആ കിടന്ന് ഇറങ്ങി വരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളെ,
95 വയസ്സായല്ലോ, പ്രായമായല്ലോ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ കഴിയില്ലല്ലോ, പിന്നെ എന്തിനാണ് വ്യഭിചാരത്തെ തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്കല്ലേ പ്രായമായത്, എനിക്കല്ലേ പ്രായമായുള്ളൂ, ശൈത്താന് പ്രായമായിട്ടില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, 95-ാമത്തെ വയസ്സിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കരുതേ എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരത്തോട് അടുക്കാൻ പോലും പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരത്തിന്റെ അവസരമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. ഇന്ന് വ്യഭിചാരം, പടച്ചവനെ, ഇന്ന് വ്യഭിചാരം ഇല്ലാത്ത വീടുകളില്ലല്ലോ. ഇന്ന് ലോകത്തുള്ള ഏകദേശമുള്ള 100-98% വീടിനകത്തും വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ചവരെ, രാവെന്ന് പകലെന്നില്ലാതെ റബ്ബേ, ഇന്ന് വീടിനകത്ത് വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? നമ്മൾ കരുതിയിരിക്കുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരമെന്ന് കരുതുന്നത്. വ്യഭിചാരം അതാണെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതിനല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. ഒരാണും പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാ. അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈയ്ക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. ആദമിന്റെ മക്കള് വ്യഭിചാരത്തിന്റെ കുറ്റം അവരുടെ മേൽ എഴുതപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ഹറാം കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് ഏത് വഴിയിലൂടെ എന്നറിയുമോ? അല്ലാഹുവേ, മൊബൈലിലൂടെയാണ്. പാതിരാത്രി 9 മണിയായ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഒരു വീടിന്റെ പല പല റൂമിനകത്തേക്ക് കിടക്കുകയാണ്. വാപ്പ ഒരു റൂമിലാണ്, ഉമ്മ ഒരു റൂമിലാണ്, മക്കൾ ഒരു റൂമിലാണ്. പടച്ചവനെ, എന്നിട്ട് ഓരോ റൂമിനകത്ത് കിടന്നുകൊണ്ട് വ്യഭിചരിക്കുമ്പോ, ഫോണിലൂടെയുള്ള വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ, പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൂട്യൂബിൽ കയറിയിട്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പൊന്നുമോനെ, വാട്സപ്പിലൂടെ തന്റെ കാമുകിക്ക് തന്റെ നഗ്നചിത്രം അയച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാര്, അവിടെ നിങ്ങോട്ട് വേടിക്കുന്ന പെണ്ണുങ്ങള്, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവേ, നിങ്ങൾക്ക് പടച്ചിറപ്പ് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവര്, അള്ളാന്റെ റസൂല് പറയുകയാ, നാളെ നീ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ നിന്നെ മലക്കുകൾ പിടിച്ചു കയ്യും കാലും ചങ്ങലയിൽ കെട്ടുകയാണ്. നിന്റെ കയ്യും കാലും ചങ്ങലയിൽ കെട്ടിയിട്ട് നിന്റെ കണ്ണിനകത്തേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ പറയുമ്പോ ചിലരൊക്കെ ഇതിന് നിസാരമായിട്ടാണ് തള്ളുന്നത്. ഇത് നിസാരമല്ല. പടച്ചവനെ സിനിമയ്ക്കകത്ത് അരപ്പാവാട ഇട്ടിട്ട് ഒരു പെണ്ണ് കടന്ന് ആടുന്നത് പടച്ചവനെ ഒരു നാണവുമില്ലാതെ ഇരുന്ന് കാണുന്ന മുസ്ലിമേ, അത് നിസാരമാണെന്ന് തള്ളിക്കളയുന്നവര്, അത് നിസാരമായ ഒരു തെറ്റല്ല, അത് നിസാരമായ ഒരു പാപമല്ല. അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത് ഒരു നിസാര തെറ്റല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ പടച്ചവനെ ഒരു പണ്ഡിതൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരേ ഒരു ദുആ മാത്രമേ പറയുന്നുള്ളൂ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് റബ്ബേ എത്രയോ കൊല്ലങ്ങളായി നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. ഒരു മനുഷ്യന് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എപ്പോ നോക്കിയാലും ഇതേ ദുആ മാത്രമാണ് പറയുന്നത്. എപ്പോ നോക്കിയാലും ഇതേ ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. അല്ലാഹുവേ, എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എപ്പോ നോക്കിയാലും ഇതേ ദുആ മാത്രമാണ്. പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചോദിക്കുന്നത് പോലുമില്ല. ഇത് കണ്ടപ്പോ ആ ചെറുപ്പക്കാരനോടൊരു മനുഷ്യൻ ചോദിക്കുകയാണ്. ഒരു പണ്ഡിതൻ ചോദിച്ചു, എന്തിനാണ് പൊന്നുമോന്, നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല, ഇത് മാത്രമേ നീ ദുആ ചെയ്യുന്നല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, എന്റെ ജ്യേഷ്ഠനുണ്ട്, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. അതിൽ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, ആ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. എന്റെ സഹോദരൻ 40 വർഷം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയുമോ? ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മനുഷ്യന് വേണ്ടി ഈ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന സർവ്വചരാചരങ്ങളും നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ സാക്ഷി നിൽക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, 12 കൊല്ലം ആരെങ്കിലും ഒറ്റയടിക്ക് ബാങ്ക് വിളിച്ചാൽ, 12 വർഷം ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ചാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ സഹോദരൻ 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. പടച്ചവനെ 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നിസ്കാരത്തടമ്പുള്ള മനുഷ്യനായിരുന്നു, കയ്യിൽ കിട്ടുന്നത് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനായിരുന്നു. പടച്ചവനെ, രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ എന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ, അവിടെ രോഗം പിടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, അവസാനം സക്കറാത്തിന്റെ അവസ്ഥ എത്തിയപ്പോ
എന്നോട് പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. എന്നോട് എന്റെ സഹോദരൻ പറഞ്ഞു മോനെ ഖുർആൻ എടുത്തുകൊണ്ടുവാ. പടച്ചവനെ ഞാൻ ചിന്തിച്ചു, എന്റെ സഹോദരൻ ഖുർആൻ ഒരുപാട് ഓതിയതാണല്ലോ, ആ ഖുർആൻ ഓതിയിട്ട് മരിക്കാൻ പോകുകയായിരിക്കും, അള്ളാന്റെ ഖുർആൻ കെട്ടിപ്പിടിച്ച് മരിക്കാനായിരിക്കും. ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ സഹോദരന്റെ കയ്യിലേക്ക് ഖുർആൻ കൊണ്ടുവച്ചപ്പോ അവിടെ നിന്ന് പറയുന്നു കഫർതു ബില്ലാഹി ബിമാ ഉൻസില. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുകൊടുത്തപ്പോ ആ ഖുർആൻ വലിച്ചു കീറുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറുകയാണ്. എന്നിട്ട് പറയുകയാ എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, അവസാന മരണത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ സഹോദരനോട് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ആ ഖുർആൻ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ഖുർആൻ അങ്ങ് വലിച്ചു കീറുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ പറയുകയാ എന്റെ സഹോദരൻ കാഫിറായി മരിച്ചുപോയി. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യര് അവസാനം തന്റെ മരണമെടുത്തപ്പോ പരിശുദ്ധമായ ഖുർആൻ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അത് വലിച്ചു കീറിയിട്ട് കാഫിറായിട്ടാണ് മരിച്ചുപോയത്. എന്നിട്ട് പറയുന്നു എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷം എന്റെ സഹോദരനും അവിടെ രണ്ടാമത്തെ സഹോദരനും 10 കൊല്ലം ആ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. അവസാനം എന്റെ സഹോദരനും മരണപ്പെട്ടത് കാഫിറായിട്ടാ. ഇപ്പൊ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാണ്, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാണ്. എന്തിനാണ് ഞാൻ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിരുന്ന് ദുആ ചെയ്യുന്നതെന്നറിയുവോ? അല്ലാഹുവേ, എന്റെ സഹോദരന്മാർക്ക് വന്ന ഗതി എനിക്ക് തരല്ലേ അല്ലാ, ആ ഗതി എനിക്ക് വരല്ലേ അല്ലാ എന്നുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന ചെറുപ്പക്കാര്. പടച്ചവരെ, ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വഹുമായന്നുറാനി ഔറാദുൻ നിസാ. പടച്ചവരെ, യതീംഖാനയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നീ പറ, അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എത്ര നല്ല മനുഷ്യനാണ് പടച്ചവരെ, എത്ര നല്ല മനുഷ്യനാണ്. ആ മനുഷ്യൻ അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു, ദിക്റുകൾ പറയുമായിരുന്നു, സദഖകൾ കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, ആ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന മനുഷ്യർ അവസാനം കാഫിറായിട്ടാണ് മരിച്ചുപോയത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. എന്തേ ദുശീലമെന്നറിയുവോ? ഔറാദുൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, 2 പേർക്കും അല്ലാഹുവേ ഒരേ ഒരു ദുശീലം, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചവനെ, നമുക്കും ആ സ്വഭാവമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഹറാമ് കാണുന്നവരാണല്ലോ, സിനിമ കാണുന്നവരാണല്ലോ, സീരിയൽ കാണുന്നവരാണല്ലോ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട കാമുകിയതാ നഗ്നചിത്രം അയച്ചു തരുമ്പോ നീ കാണുന്നവനല്ലേ, നീ ഷെയർ ചെയ്യുന്നവനല്ലേ, IMOയിലൂടെ നിന്റെ പ്രിയപ്പെട്ട കാമുകിയെ കാണുന്നവനല്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിസ്കാരമുണ്ടെങ്കിലും നീ ഖുർആൻ ഓതുമെങ്കിലും സ്വലാത്ത് പറയുമെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ദുശീലം നിനക്കുണ്ടോ? അല്ലാഹുവേ, മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് അന്യപുരുഷന്റെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്ന പെണ്ണ്, പടച്ചവരെ, അവസാന പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറി കളഞ്ഞിട്ട്
കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു തരികയാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണുകൊണ്ട് ഹറാം കാണല്, അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണിന്റെ വ്യഭിചാരം കാണലാണ്. ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? പടച്ചവരെ, പാതിരാത്രി ഫോണിലൂടെ മണിയറ രഹസ്യം പരസ്പരം പങ്കുവെക്കുന്നവരുണ്ടല്ലോ. മോശമായ സംസാരം ചെവി കൊണ്ട് കേൾക്കലുണ്ടല്ലോ. അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ് പൊന്നുമോനെ. അത് വിവാഹം ഉറപ്പിച്ച പെണ്ണാകട്ടെ, ചെറുപ്പക്കാര് പടച്ചവനെ ചോദിക്കും, ഉസ്താദേ വിവാഹം ഉറപ്പിച്ചല്ലോ. എടാ, ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു നിലയുമില്ലടാ. ആ ഉറപ്പിയിൽ ഇസ്ലാമിൽ ഒരു വിലയുമില്ല പൊന്നുമോര്. നിക്കാഹ് കഴിച്ചാലേ അവള് നിനക്ക് നിന്റെ ഭാര്യയാകൂ. നിക്കാഹ് കഴിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് വരെ അവള് നിനക്ക് അന്യപുരുഷനാടാ. നാട്ടുകാരെ മുഴുവനും വിളിച്ചാൽ, നീ എത്ര സ്വർണം കൊണ്ടിട്ടാല് പടച്ചവനെ നിക്കാഹ് കഴിക്കുന്നതിന് ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചു തരുന്നത് വരെ എന്റെ പൊന്നുമോനെ അന്യപുരുഷൻ തന്നെയാ, അവൾ അന്യ പെണ്ണ് തന്നെയാ. പടച്ചവനെ, ഫോണിലൂടെ സംസാരിക്കുന്ന യുവത്വേ, മരിച്ച വ്യഭിചാരിയെ പോലെ മരിക്കണം ചെറുപ്പക്കാരാ. മരിച്ചുപോയാ വാപ്പാ പൊന്നുമക്കളെ ഒരുത്തം വന്ന് കണ്ടു ഇഷ്ടപ്പെട്ട് അല്പം സ്വർണ്ണമിട്ടിട്ട് വിവാഹം ഉറപ്പിക്കാൻ നിങ്ങളുടെ പൊന്നുമോളെ കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ ബലത്തില് നീ നിന്റെ പൊന്നുമോളെ ഫോൺ വിളിക്കാൻ അവസരം കൊടുത്താ നിന്റെ പൊന്നുമോള് വ്യഭിചാരിയാണ് വാപ്പാ. നിന്റെ പൊന്നുമോള് മരിച്ചുപോയാ വ്യഭിചാരിയെ പോലെയാണ് മരിക്കുന്നത്. നീ ആരെന്നറിയുവോ? നീ വ്യഭിചാരിയുടെ വാപ്പയാണ്. നിന്റെ പൊന്നുമോളെ വ്യഭിചരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് നീയാണ്. നിന്നെ പടച്ചുറപ്പ് വിടൂല. നിനക്ക് തടമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ഹാജിയാരാണെങ്കിലും പള്ളിയിലെ ഇമാമാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തില് ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ആ 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് സാരമായി തള്ളിക്കളയുന്ന വാപ്പാ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചുറപ്പ് നിന്റെ മുഖത്ത് നോക്കൂല, നിന്നോട് കരുണ കാണിക്കൂല, നിനക്കൊരു പരിഗണനയും ഉണ്ടാകില്ല, അല്ലാഹുവിന്റെ ദയ പോലും നിനക്കുണ്ടാകില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ്. ഹറാമ് കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ, ഹറാമായ കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ, അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാവ് കൊണ്ട് മോശമായ സെക്സ് ഉണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നവരല്ലേ പടച്ചവരെയുന്ന ശരീരത്തിന്റെ വ്യഭിചാരം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. മോശമായത് സംസാരിക്കൽ നിന്റെ നാവിന്റെ വ്യഭിചാരമാ. അല്ലാഹുവേ, കൈയുടെ വ്യഭിചാരം എന്തെന്നറിയോ? അന്യ പെണ്ണിന്റെ ശരീരത്തു തൊടല് കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകുമ്പോ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോ പടച്ചവനെ, ചിലർ കന്യ പെണ്ണുങ്ങളുടെ ശരീരത്തൊന്ന് തടകുന്നത് ഒന്ന് തൊടുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ചെറുപ്പക്കാരാ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലതെന്നറിയുവോ? ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത്, ഏതെങ്കിലും ഒരു അന്യ ചെറുപ്പക്കാരന്റെ ശരീരത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊടണമെന്ന് ആഗ്രഹമുണ്ടായാൽ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്തെന്നറിയുവോ? കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയുണ്ടല്ലോ,
തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പറയുന്ന നീ പറിച്ചവര് ആ പേര് തന്നെ നിനക്ക് വല്ലാത്ത അലർജിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പന്നിയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ കഴുകിയാ പോകുമല്ലോ. പന്നിയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ കഴുകിയാൽ അത് പോകുമല്ലോ. പക്ഷേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടാൽ അത് പാപമാണ്. ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പള്ളിയിലെ 1ാമത്തെ സഫിലാണ് ഇരിക്കുന്നത്. എപ്പോ നോക്കിയാലും പള്ളിയിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനാ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക്, ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാ. കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ചെറുപ്പക്കാരാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ ചെറുപ്പക്കാരാ? ആരും കാണില്ല, ആരും കാണില്ല. ഒരു പ്രാവശ്യം എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ എന്ന് ഒരു പെണ്ണ് തന്റെ ശരീരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഒരു പെണ്ണിന്റെ ശരീരത്ത് ഞാൻ തൊട്ടുപോയല്ലോ റബ്ബേ. ഖസറ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ. നാളെ ഞാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ അല്ലാ. ഒരു സുന്ദരിയായ പെണ്ണ് പാതിരാത്രി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, അവിടെ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, ഒരാളും കാണില്ല എന്ന് പറഞ്ഞ് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പേടിച്ച് തളർന്നു വീഴുകയാ. പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി കാരണം ആ ചെറുപ്പക്കാരൻ തളർന്നു വീഴുകയാണ്. റബ്ബേ, ഏതോ വഴിയാത്രക്കാരെടുത്തുകൊണ്ട് ആ പൊന്നുമോനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പൊന്നുമോനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മുന്നിൽ പൊന്നുമോനെ കൊണ്ടുവെക്കുമ്പോ അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, മോനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ. എന്റെ ശരീരം ആ പെണ്ണിന്റെ ശരീരവുമായി സ്പർശിച്ചു വാപ്പാ. എനിക്ക് അല്ലാഹു ശിക്ഷ തരുവോ, അതോ പേടിച്ച് പിന്മാറിയതിന് പകരം പ്രതിഫലമാണോ തരുന്നത്? പ്രിയപ്പെട്ട വാപ്പയോട് പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പോയി ചോദിക്കുവാപ്പാ. അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോര് പറയുമ്പോ അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അങ്ങോട്ടൊരു പെണ്ണിനെ കേറി പിടിച്ചതല്ല, അങ്ങോട്ടൊരു പെണ്ണിനെ കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്. ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാ. പക്ഷേ ഇങ്ങോട്ട് പിടിച്ചപ്പോ പോലും അല്ലാഹുവേ, അവിടെ നിന്ന് പേടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ചിന്തിച്ച് ചിന്തിച്ച് ആ ചെറുപ്പക്കാരൻ ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു പോവുകയാ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുവന്ന് 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. മോനെ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോ പടച്ച റബ്ബിനെ കുറിച്ച് പേടിച്ചിട്ട് മാറിയ പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
നിനക്ക് നാളെ പടച്ചറപ്പ് 2 സ്വർഗം തരുമെന്ന ഖുർആനിന്റെ ആയത്ത് ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനും നിങ്ങളും പടച്ചവനെ എത്രയോ പ്രാവശ്യം തെറ്റ് ചെയ്തവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എല്ലാ പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള അവസരമാണ്. പടച്ചറപ്പ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ആയുസ് തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചെയ്തു പോയത് പടച്ചറപ്പിനോട് ഏറ്റു പറയാരാ. അതുകൊണ്ട് ഫോൺ വിളിച്ചവരുണ്ട്, പടച്ചവനെ വൃത്തികേടുകൾ കാണിച്ചവരുണ്ട്, അന്യപുരുഷന് ചിത്രമയച്ചു കൊടുത്തവരുണ്ട്, അന്യപുരുഷനുമായി ശരീരത്തിൽ തൊട്ടവരുണ്ട്. എല്ലാം ഇന്ന് വരെ ആരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല്ലേ. പടച്ചുറപ്പ് നിന്നോട് കാണിക്കുന്ന കരുണയാ, അല്ലാഹു നിന്നോട് കാണിക്കുന്ന കരുണയാ. നിന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് പെങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതിമാനാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനുഷ്യന് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവരെ മായിസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് എന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, പോ മായിസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുകയാ. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല. രണ്ടാമതും വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ. സഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, കള്ളു കുടിച്ചിട്ടില്ല. മൂന്നാമതായിട്ടും മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കുന്നു നബിയേ. എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധിയെന്ന് എനിക്കറിയാ. എങ്കിലും എനിക്ക് കുഴപ്പമില്ല നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടാൽ, ഈ സഹാബത്തിന്റെ മുന്നിൽ മുഴുവനും ഞാൻ നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല നബിയേ. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വ്യഭിചാരിയെ പോലെ കടന്നു പോകാ, ഒരു വൃത്തികെട്ടവനെ പോലെ കടന്നു പോകാ. കോടാരി കൂടി ജനങ്ങൾക്ക് മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ നബിയേ. അങ്ങല്ലേ പറഞ്ഞത്, അങ്ങല്ലേ പറഞ്ഞത്, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന്. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, സഹാബാ, എറിഞ്ഞു കൊല്ലു സഹാബാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബത്ത് വലിയ വലിയ കല്ലെടുത്തിട്ട് എറിയുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു ഏറുകൊണ്ടിട്ട് പടച്ചവരെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. തന്റെ ശരീരം വേദനിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു മരണവെപ്രാളത്തിൽ ഓടുകയാണ്. സഹാബത്ത് പുറകെ ഓടി, പടച്ചവനെ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. സഹാബത്ത് മടങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സമാധാനമായി. പടച്ചവരെ, അല്പസമയം കഴിഞ്ഞപ്പോ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വേച്ച് വേച്ച് നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറിയാതെ ഓടിപ്പോയി നബിയേ. ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയി നബിയേ. അതുകൊണ്ട് സ്വഹാബത്തിനോടൊരു കുഴി കുത്താൻ പറ. ഒരു കുഴി കുടിച്ചിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്റെ കയ്യും കാലും കെട്ടികെട്ടി എറിയാ പറ നബിയേ.
ഓടണമെന്ന് വിചാരിച്ചാൽ എനിക്കോടാറ് കഴിയില്ലല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അവസാനമായി റളിയല്ലാഹു തആല കുഴിക്കകത്ത് നിർത്തിക്കെട്ട സ്വഹാബത്ത് മുഴുവനും കല്ല് പറക്കി എറിഞ്ഞു കൊല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഒരിക്കൽ ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോ ഒരു സഹാബി പറഞ്ഞു, ഇവൻ നഷ്ടപാളിയാണ്, ഇവൻ നഷ്ടപാളിയാണ്, ഇവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ. മായിസ് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ കിടന്ന് സുഖിക്കുകയാ. എന്തിനാണ് പറഞ്ഞതെന്നറിയോ ചെറുപ്പക്കാരാ? മോനെ, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താൽ, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താ പടച്ചവൻ നാളെ പരലോകത്ത് വെച്ച് നിന്നെ പിടിച്ചു നിർത്തൂലടാ. അല്ലാഹു കരുണയുള്ളവനാണ്, പടച്ച റബ്ബ് നീതിമാനാണ്. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊന്ന വാർത്ത ഇങ്ങനെ നാട് മുഴുവനും പരക്കുകയാണ്. ആ സമയത്ത് വ്യഭിചരിച്ച പെണ്ണുണ്ടല്ലോ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ചെവിയിലെത്തുകയാ. സമാധാനമില്ല, സമാധാനമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, മായിസിന്റെ കൂടെ വ്യഭിചരിച്ച പെണ്ണാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ല പോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ, എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എങ്കിലും നീ പ്രസവിച്ചിട്ട് വാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ പ്രസവം കഴിഞ്ഞു വാ. ആ പെണ്ണ് വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. പടച്ചവനെ പ്രസവിക്കുകയാണ്. അല്ലാഹുവേ, പ്രസവം കഴിഞ്ഞ ഉടനെ ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നബിയേ, എന്റെ പ്രസവം കഴിഞ്ഞു നബിയേ, എനിക്കുള്ള ശിക്ഷ ദാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കുഞ്ഞിന് 2 മാസം 2 വർഷം പാല് കൊടുത്തിട്ട് വാ. ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് വരെ പാല് കൊടുക്കണമല്ലോ. എന്നിട്ട് വരാൻ അല്ലാഹുവിന്റെ റസൂല് പിന്നെയും പറഞ്ഞു വിടുകയാ. കാരണം കുഞ്ഞിന്റെ മനസ്സ് കണ്ട, കുഞ്ഞിന്റെ മുഖം കണ്ട മനസ്സ് മാറുമല്ലോ. പക്ഷേ ഈ പെണ്ണ് ചോരക്കുഞ്ഞുമായി കടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ പ്രായമായപ്പോ ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു